വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുക്ക് ആൻഡ് റോൾ. ഞാൻ ഇന്നിവിടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് പച്ചമാങ്ങ ജ്യൂസ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനൊരു മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതേ വലിപ്പമുള്ള ഒരു മാങ്ങ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല. കട്ടിയുള്ള തൊലിയാണെങ്കിൽ അത് കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത മുളകാണത്. 5 ഇതള് പുതിനയില എടുത്തിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം. ഇത് നമുക്ക് എല്ലാം കൂടി മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിക്കാമുള്ളൂ. അരിഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മാത്രം, ഇത് അരയാൻ വേണ്ടിയുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഇത് നല്ലവണ്ണം അരച്ചെടുത്തിട്ട് വരാം. നന്നായി അരച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങ നീരെടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒന്നും കൂടി മിക്സിയിൽ അടിക്കണം. എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കണം. പിന്നെ പഞ്ചസാരയുടെ അളവും വെള്ളത്തിൻ്റെ അളവും നമ്മുടെ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ചേർക്കേണ്ടത്. അപ്പം ഞാനിതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ജ്യൂസ് ഞാൻ അരിച്ചെടുത്തതാണിത്. ആ മാങ്ങയുടെ തൊലിയും കൂടി അരച്ച കാരണം കൊണ്ട് ചെറുതായിട്ട് പച്ചനിറം വന്നിട്ടുണ്ട് നമ്മുടെ ജ്യൂസിന്. നമ്മൾ മിക്സിയിൽ അടിക്കാൻ നേരത്ത് ഒരു നുള്ളു ഉപ്പും കൂടെയും ചേർക്കണമായിരുന്നു. ഞാൻ അന്നേരം പറയാൻ വിട്ടുപോയതാണ്. നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഞാനിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയുകയും വേണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.